ഹലോ എവ്രി വൺ, വെൽക്കം ടു വർക്കീസ് ഇംഗ്ലീഷ് ലേണിംഗ്. ഈ വീഡിയോയിൽ കുറച്ച് ഇഡിയംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ലക്ക് എന്നാണ് അതിൻ്റെ മീനിങ്. കേൾക്കുമ്പോൾ ഇച്ചിരി കോമഡി ആയിട്ട് തോന്നും. ബ്രേക്ക് എ ലെഗിൻ്റെ ഒക്കെ ലിറ്ററൽ മീനിങ്സ് എടുക്കരുത്, ഇൻഡിറക്റ്റ് ആയിട്ട് വേറെ മീനിങ് ആണ് കേട്ടോ. നമ്മൾ ഇഡിയംസ് ആണ് പഠിക്കുന്നത്. അപ്പം നോക്കിയേ, ബ്രേക്ക് എ ലെഗ് മീനിങ് ഗുഡ് ലക്ക്. ഇവിടെ എക്സാമ്പിൾ നോക്കിയേ, യു ആർ പെർഫോമിങ് ഇൻ എ മാച്ച് ടു നൈറ്റ്. നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുക, നീ ഇന്ന് മാച്ചിൽ പെർഫോം ചെയ്യുന്നുണ്ടല്ലേ? ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാച്ചിൽ പെർഫോം ചെയ്യുന്നുണ്ട്, കാലൊടിക്ക് എന്നല്ല, ഇറ്റ് മീൻസ് ഗുഡ് ലക്ക്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ ബ്രേക്ക് എ ലെഗ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കിന് ചിലപ്പോൾ ഇതിൻ്റെ ഐഡിയ കിട്ടിയില്ലെങ്കിലോ. ഗുഡ് ലക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, നിങ്ങളത് മൈൻഡ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. ഇനി അടുത്ത് നോക്കാം, കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ്. ഇവിടെയും ലെഗ് തന്നെ വന്നേക്കാണ്. അതായത് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ആമിൻ്റെയും ഒരു കൈയുടെയും ലെഗ്, ഒരു കാലിൻ്റെയും ഒരു വില വരും. ഇറ്റ് മീൻസ് എക്സ്പെൻസീവ്. ചുമ്മാ എക്സ്പെൻസീവ് എന്നല്ല, വെരി എക്സ്പെൻസീവ് എന്നാണ് അതിൻ്റെ മീനിങ്. എനിക്ക് ബാഗ് ഇഷ്ടപ്പെട്ടു, ബട്ട് ഇറ്റ് കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര വില കൂടുതലാണ്. ഓക്കെ, ഇവിടെ അതാണ് എക്സാമ്പിൾ എഴുതിയേക്കുന്നത്. ഐ ലവ് ദിസ് ബാഗ്, എനിക്ക് ബാഗ് ഇഷ്ടപ്പെട്ടു, ബട്ട് ഇറ്റ് കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ലാസ്റ്റ് വൺ നോക്കാം, കോൾ ഇറ്റ് എ ഡേ. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അതായത് ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്, അല്ലെങ്കിൽ ടു സ്റ്റോപ്പ് വർക്കിംഗ്. അതായത് ആ ഒരു ജോലി നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കി എക്സാമ്പിൾ നോക്കാം. ഇറ്റ്സ് 5 PM, 5 മണിയായി. ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. നമുക്ക് ഇന്നത്തെ വർക്ക് ഇവിടെ നിർത്താം. ഓക്കെ, സോ അങ്ങനെ ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്ന ആ ഒരു ഇഡിയം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്താണ്. താങ്ക് യു സോ മച്ച്.